വെൽക്കം ടു എംപ്ലിന്റ് മീഡിയ. അച്ഛനും മകനും ഒരൊന്നൊന്നര പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ. ആരെപ്പറ്റിയാണെന്നറിയാമോ? വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ ഇത്രയും നീട്ടിക്കൊണ്ടു പോകാൻ അവരെ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ ചെറിയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിയായിട്ട് ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച കണ്ടത്. അതിന് പിന്നിലെ കാരണങ്ങളാണ് ഇതിനേക്കാൾ രസകരം. കാരണം കേരളത്തിലെ BJPയുടെ ഒരു ശാപമാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതെന്നുമുണ്ട്, കേരളത്തിൽ BJP ഉണ്ടായ കാലം മുതലുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിന് ചില പുതിയ നിറഭേദങ്ങൾ കൊടുക്കുന്നതിൽ വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും കാണിച്ച ആ ഒരു ചാതുര്യം, അതിനെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ എന്തുമാവട്ടെ, BJPയിലെ 2 ഗ്രൂപ്പിന്, വി മുരളീധരൻ നയിക്കുന്ന ഗ്രൂപ്പിനും PK കൃഷ്ണദാസ് നയിക്കുന്ന ഗ്രൂപ്പിനും ചില സാമുദായിക പരിവേഷം വരെ കൊടുത്തിട്ട് BJPയിലെ ഒരു വിഭാഗത്തെ ഒരു പരിധിവരെ കൂടെ നിർത്താൻ തന്നെ വെള്ളാപ്പള്ളി നടേശനും മകനും കഴിഞ്ഞു. BJPയുടെ ദേശീയ നേതൃത്വമായിട്ടൊരു വലിയ നിരന്തര സമ്പർക്കം പുലർത്തിക്കൊണ്ട് തന്നെ BJPയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തക്കവണ്ണം വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കും കഴിയുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലെ BJP രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയൊരു വഴിത്തിരിവാണ്. കാരണം ഇതിന് പിന്നിൽ വേറൊരു കാര്യമുണ്ട്. പത്തനംതിട്ടയിൽ BJP ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെങ്കിൽ പെരുന്നയിലെ സമ്മതം വേണം. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്, ആർക്കും അറിയാം. പെരുന്നയിൽ നിന്ന് G. സുകുമാരൻ നായർ പറയുന്ന പേരെ BJPക്ക് അംഗീകരിക്കാൻ കഴിയും. പെരുന്നയിലെ നോമിനിയായിരുന്നു ശ്രീധരൻപിള്ള, സംസ്ഥാന അധ്യക്ഷൻ. ശ്രീധരൻപിള്ള അവിടെ മത്സരിക്കാൻ പഠിച്ച പണി 18 ശ്രീധരൻപിള്ളയും NSS നേതൃത്വവും ശ്രമിച്ചിട്ടും അതിനെ പരാജയപ്പെടുത്തിയ ആ ചാതുര്യമാണല്ലോ വെള്ളാപ്പള്ളിക്കും മകനും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. BJPയെ മുൾമുനെ നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്രയും നീട്ടിക്കൊണ്ടു പോവുകയും അവസാനം വെള്ളാപ്പള്ളിയും മകൻ തുഷാറും ആഗ്രഹിച്ചതുപോലെ തന്നെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തപ്പോൾ ഇവിടെ അവസാന ചിരി വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമാണ്, BJPക്കല്ല. മാത്രമല്ല, BJPയുടെ ഭാവി രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ BJPയിലെ ഈ 2 ഗ്രൂപ്പുകൾക്ക് 2 സാമുദായിക പരിവേഷത്തോടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാക്കി എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെയും മകൻ്റെയും രാഷ്ട്രീയ വിജയം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും.